ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും അതേപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പുരുഷനിൽ നിന്നും സ്ത്രീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സർപ്രൈസസ് ആണ്. അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസോ ഒക്കെ ആ ഒരു പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സർപ്രൈസസ് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളെ ഇല്ല. ഏത് പെൺകുട്ടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് അവളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഒരു കുഞ്ഞു സർപ്രൈസസ്. പിന്നെ ചില പെൺകുട്ടികളുണ്ട്, എല്ലാവരുമല്ല, വളരെ റെയർ ആയിട്ടുള്ള പെൺകുട്ടികൾ. നിങ്ങൾക്കിപ്പോൾ പൈസ ഇല്ല അല്ലെങ്കിൽ പൈസയ്ക്ക് എന്തെങ്കിലും ടൈറ്റാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സർപ്രൈസ് ഒന്നും ഇഷ്ടമില്ല എന്നും പറയുന്നവർ. പക്ഷെ എപ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു സർപ്രൈസ് കിട്ടിയായിരുന്നു എങ്കിൽ എന്നാലോചിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക പെൺകുട്ടികളും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗിഫ്റ്റ് വേണം എന്നൊന്നുമില്ല. ഒരു ഫ്ലവർ ആണെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് ആ ഒരു കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് കെയർ ആണ്. ഏതൊരു പെൺകുട്ടിയും അവൾ സ്നേഹിക്കുന്ന പുരുഷൻ്റെ സൈഡിൽ നിന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്ന കാര്യമാണ് അവൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കെയറും കൊടുക്കുന്ന ഒരു പാർട്ട്ണർ. അതായത് അവളുടെ ആഗ്രഹം എന്താണോ അതിനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കണം എപ്പോഴും നിങ്ങൾ. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ആവശ്യത്തിനുള്ള കെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ആ ഒരു കുട്ടി ഓർക്കാതെ, അതായത് വിട്ടുപോയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ് എങ്കിൽ അതിൽ പരം ഒരു സന്തോഷം ആ ഒരു കുട്ടിക്ക് ഉണ്ടാവത്തേയില്ല. നിങ്ങൾ അത്രമാത്രം ആ ഒരു കുട്ടീനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവളോട് നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വരികയും നിങ്ങളോട് തിരിച്ച് ആ ഒരു സ്നേഹം അവൾ കാട്ടാനും തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കുട്ടിക്ക് എപ്പോഴും സപ്പോർട്ടും കെയറും കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് ഒരു പുരുഷനിൽ നിന്നും സ്ത്രീ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമ്പയർ വിത്ത് ഫ്യൂച്ചറാണ്. അതായത് നിങ്ങൾ ഒരിക്കലും ആ ഒരു പെൺകുട്ടീനെ കമ്പയർ ചെയ്യില്ല. അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നീ അങ്ങനെയായിരുന്നു, നീ അത്രമാത്രം കെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ നിനക്ക് എന്നെ വേണ്ട, ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ ചെയ്യരുത്. അതായത് നീ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ നീ ഒരുപാട് മാറി, ഇങ്ങനത്തെ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും ഒരു പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊന്നും ആ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ പറയുകയാണ്, നീ അവളോട് മിണ്ടരുത് അല്ലെങ്കിൽ അവനോട് മിണ്ടരുത്, അവന് മെസ്സേജ് അയക്കില്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഇനി അവനോട് മിണ്ടാൻ വേണ്ടി പാടില്ല, അവരെ ബ്ലോക്ക് ആക്കിക്കോ. പിന്നെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും നീ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, നീ ആരോടും മിണ്ടരുത്, നീ എന്നോട് മാത്രം മിണ്ടാവൂ. ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം എന്തിനും ഏതിനും നിങ്ങൾ റെസ്ട്രിക്ഷൻസ് മാത്രം വെക്കുകയാണ്. അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവളെ യൂസ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ അവളോട് പറയുകയാണ്, നീ ഇനി ആ ഒരു വ്യക്തിയോട് മിണ്ടരുത്. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. അവളുടെ ലൈഫാണ്, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്തോട്ടെ. അതായത് അവൾക്ക് ഫ്രീഡം കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം. ഇനി നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ദേഷ്യമാണ്. അതായത് നിങ്ങൾ എപ്പോഴും ആ ഒരു പെൺകുട്ടിയോട് ദേഷ്യം കാണിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഭയമായിരിക്കും ഉണ്ടാവുക.
അവൾക്ക് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സ്നേഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു പെൺകുട്ടി വയ്യാതിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് പോയി അവളോട് ദേഷ്യപ്പെടുകയാണ്. പിന്നെ അവളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാതെയായിരിക്കും നിങ്ങൾ അവളോട് ദേഷ്യപ്പെടുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടം കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പെൺകുട്ടികളും പുരുഷന്മാരിൽ നിന്നും ഇങ്ങനെ ഓവറായിട്ടുള്ള ഒരു ദേഷ്യം കാണിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്കത് ഇഷ്ടവുമല്ല. അതുകൊണ്ട് മാക്സിമം ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ സ്നേഹത്തിൽ തന്നെ പെരുമാറാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ദേഷ്യമൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.